ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ താറാക്കൂട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. താറാക്കൂടോ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി താറാമക്കളൊക്കെ ഉണ്ടെന്ന്. ഇല്ല കേട്ടോ, ഇവർ 5 പേരേ ഉള്ളൂ. പക്ഷേ ഇവർ 5 പേരും എനിക്ക് മുട്ട തരുമെന്നും ഞാൻ ഇവർ 6 പേരെ എടുത്ത് വളർത്തിയതാണ്. 6 പേരുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഒരാൾ ചത്തുപോയി. അതെന്ത് പറ്റിയാന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഒരു ദിവസം വയ്യാതെ നിന്ന് പെട്ടെന്ന് അന്ന് തന്നെ ചാവുകയും ചെയ്തു കേട്ടോ. അതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ചുറ്റിനും കുളവും വയലും ഒക്കെ ഉള്ളവർക്ക് താറാവിനെ വളർത്താൻ പറ്റൂ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ. ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ചെറിയ പോട്ടുണ്ട്. ആ പോട്ടിനകത്ത് വെള്ളം വെച്ച് കൊടുക്കും. ഒരു ബേസിനാണ് കേട്ടോ, 200 രൂപ കൊടുത്ത് മേടിച്ചു ഒരു ചെറിയൊരു ബേസിനാണ്. ആ ബേസിനകത്ത് ഇവർക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കും. ആ വെള്ളത്തിൽ ഇവർ കുളിയും നനയൊക്കെ അവരതിനകത്തില്ല. തീറ്റയാണെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന ചോറിൻ്റെ ബാക്കി, അതായത് തലേദിവസത്തെ കറിയും കൂട്ടാനും ഒക്കെ കൂട്ടിയുള്ള ചോറും അതുമൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു തീറ്റയും കൊടുക്കാറില്ല. പിന്നെ കോഴിക്ക് കൊടുക്കുന്ന അതേ ഗോതമ്പും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് കൊടുക്കും. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ കോഴികളുടെ പാട്ട് കേട്ടോ, രാവിലെ അഴിച്ചു വിട്ടില്ല കൂട്ടിക്കിടക്കുന്നവരുണ്ട്, അവരുടെ പാട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ താറാമക്കൾ ദിവസം 5 പേരും 5 മുട്ട. പക്ഷെ കോഴിയെ വളർത്തുന്നതിനേക്കാളും ലാഭം കേട്ടോ. കോഴിയാണെങ്കിൽ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ മുട്ട എടുത്തോളൂ. ഇവരങ്ങനെയല്ല, ഡെയിലി ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി മുട്ടയിടും. പിന്നെ കുറച്ച് ദിവസത്തേന് നിർത്തി വെക്കും, പൂടിയൊക്കെ പൊഴിച്ച് നിർത്തി വെക്കും. എന്നാലും മുട്ട ഇടാൻ തുടങ്ങി കഴിയുമ്പോൾ ഡെയിലി ഇടും. അപ്പം അവരെ തുറന്ന് വിടാൻ വേണ്ടിയിട്ടാണ് ഈ നിന്ന് അലച്ചുകൊണ്ടിരിക്കുന്നത്. വാ. പക്ഷേ ഇവർ ഭയങ്കര ഇണക്കം കേട്ടോ. സാധാരണ താറാവ് ഇത്രയും നമ്മുടെ അടുത്ത് വരത്തില്ലല്ലോ. ഇതുകൊണ്ടോ എൻ്റെ ക്യാമറയോട് അടുത്തൊക്കെ വന്ന് നിന്ന് തരുന്നത് കണ്ടോ. അപ്പോൾ ഈ കൂട്ടിലാണ് ഇവരെ ഇടുന്നത്. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എന്തുവാണെന്നറിയാമോ, നിങ്ങളോട് പറയാവേ. ഇവരെ കുറച്ച് പേര് ആ ചാക്കൊക്കെ കെട്ടിയേക്ക് എന്താ പറയുക, കോഴി കയറി മുട്ടയിടാനുള്ള. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ കുറച്ച് പേരെ കൂടെ മേടിക്കണം. ഇവരെ കുറച്ച് പേരെ കൂടെ മേടിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഒരു നല്ല രീതിയിൽ കുറച്ചധികം താറാവിനെ ആക്കണമെന്നൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. പക്ഷെങ്കിൽ കാരണം ഈസിയാണ് വളർത്താൻ. ഇവർക്ക് വലിയ അസുഖങ്ങളില്ല. മറ്റേ കോഴിയെപ്പോലെ ഇവർക്ക് വലിയ അസുഖങ്ങളില്ല. കോഴിക്കാകുമ്പോൾ നമ്മൾ എന്നും മരുന്ന് കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് ശ്രദ്ധ വിട്ടാൽ അപ്പോൾ അവർക്ക് അസുഖങ്ങളുണ്ടാവും. പക്ഷെ ഇവരെ അപേക്ഷിച്ച് നോക്കിയാൽ ഇവർക്ക് അസുഖങ്ങളൊന്നുമില്ല. ഇവരിപ്പം 1 വർഷത്തോളമായി എൻ്റെ കയ്യിലുണ്ട്. കുഞ്ഞു മക്കളായിട്ട് തന്നെ ഞാൻ ഇവരെ മേടിച്ചതാണ്. ഇവർ 1 വർഷമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരു കുഞ്ഞു മക്കളായിരുന്ന സമയത്ത് ഞാൻ മേടിച്ചതാണ്. ഒരാൾക്ക് 250 രൂപയായെന്ന് തോന്നുന്നു. പക്ഷേ 250 രൂപ വെച്ച് കൊടുത്ത് മേടിച്ചെങ്കിൽ എനിക്ക് നഷ്ടമൊന്നും തോന്നിയില്ലെന്ന്. 250 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചു. എന്തായാലും ആ 250 രൂപയൊക്കെ ഇരട്ടി പൈസയ്ക്ക് ഇവർ എനിക്ക് മുട്ട തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നഷ്ടമില്ലായിരുന്നു. തീരെ പൊടിത്താറാവല്ലായിരുന്നു, എന്നാൽ ഒരുമാതിരി മീഡിയം പരുവത്തിലുള്ളതായിരുന്നു. അങ്ങനെ മേടിച്ചത്. അപ്പോൾ ഇവരെ അഴിച്ച് വിടുകയും ഇവരുടെ മുട്ടയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇവർക്ക് മുട്ടയിടും. ഒരു നല്ല, നമുക്ക് എന്താ പറയുന്നത്, കോഴിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താറാവ് ഇച്ചിരി വൃത്തികേടാക്കും. പരിസരമൊക്കെ നമ്മുടെ വൃത്തികേടാകും. നമ്മൾ ശ്രദ്ധിച്ചില്ലേ, വെള്ളം കണ്ടാൽ അപ്പം ഇവർ പോയി അത് വെള്ളത്തിനകത്ത് മെനയുണ്ടാക്കും. പക്ഷെ എന്നാലും ഇവർ നല്ല, എന്താ പറയുന്നത്, എൻ്റെ മക്കൾ വൃത്തിയുള്ള മക്കളാണ്. ഇവർ അത്ര നാശമൊന്നും കാണിക്കില്ല. ഇവർക്ക് നല്ല വൃത്തിയാണ്ടോ, സുന്ദരികളായിട്ടല്ലേ കുളിച്ച് നനച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇവരുടെ വിശേഷങ്ങളാണ്. ഇവർക്ക് കൊടുക്കുന്ന തീറ്റക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞാൻ ഇവരെ കോഴികളെ അഴിച്ചു വിടുന്നതിന് മുമ്പേ ഇവർക്ക് തീറ്റയിട്ട് കൊടുക്കും. തീറ്റയിട്ട് കൊടുത്താലേ കോഴികൾ പിന്നെ കൊടുക്കത്തില്ല. ഇവർക്ക് തീറ്റയിട്ട് കൊടുത്ത് ഇവർ തീറ്റ തിന്നതിന് ശേഷമേ കോഴികളെ അഴിച്ചു വിടത്തുള്ളൂ. അപ്പം ഇവർ 5 പേരും ഡെയിലി 5 മുട്ട വീതം എനിക്ക് തരും. അങ്ങനെയൊക്കെ ഭയങ്കര, എന്താ പറയുക, ഭയങ്കര നല്ലതാണ് താറാവിനെ വളർത്തുന്നത്. അപ്പോൾ അത് തന്നെയല്ല, താറാമുട്ടയ്ക്ക് 12 രൂപ വിലയുണ്ട് താനും. കോഴിമുട്ടയ്ക്ക് 9 രൂപയല്ലേ ഉള്ളൂ. ആ സ്ഥാനത്ത് താറാമുട്ടയ്ക്ക് ഇവിടെയൊക്കെ 12 രൂപ വെച്ച് വിലയുണ്ട് താനും. ഇവർക്ക് തീറ്റ കൊടുത്താൽ അതാ ഞാൻ പറയുന്നത്, നഷ്ടമില്ലെന്ന്. 12 രൂപ വെച്ച് നമുക്കൊരു മുട്ടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ താറാവ് ലാഭമാണ്. താറാവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വളർത്തിക്കൊള്ളുക. അതിന് പ്രത്യേകിച്ച് വെള്ളമോ വയലോ തോടോ ഒന്നും അടുത്ത് വേണമെന്നില്ല. അവർക്ക് ചെറിയ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ എവിടെയാണ് ഇവർക്ക് വെള്ളം വയ്ക്കുന്നത്. ഇതാ കണ്ടോ, അവർക്ക് 5 പേർക്കൂടെ ഞാൻ ഈ ബേസിനകത്താണ് വെള്ളം വെക്കുന്നത്. ഇതിപ്പോൾ ഈ ബേസിൻ തേച്ചെഴി ഇതിനകത്തിലെ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കും. ഈ 5 പേർക്കൂടെ ഞാൻ ഈ ബേസിനകത്താണ് വെള്ളം വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഇറങ്ങിയ തക്കത്തിന് അവിടെ ഇറങ്ങിയുണ്ടോ. പിന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം എന്തുവാണെന്നറിയാവോ, ഇങ്ങനെ പിണ്ടി വെട്ടിയിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. പിണ്ടി അതിങ്ങനെ കൊത്തി പറിച്ച് തിന്നുകൊണ്ട് നിന്നോളും. അങ്ങനെ വലിയ ശല്യങ്ങളൊന്നും അവരുണ്ടാക്കത്തില്ല. നോക്ക്, ഞാൻ ഇത്രയും താറാവിനെയും ഇത്രയും കോഴിയെയും അവിടെ കൂട്ടിൽ കിടപ്പുള്ളൂ ഒക്കെ വളർത്തുന്ന ഇടവാ. നോക്ക്, പരിസരമൊക്കെ നല്ല വൃത്തിക്കല്ലേ കിടക്കുന്നത്.
ഞാൻ മാക്സിമം എന്താ പറഞ്ഞത് എല്ലാ പക്ഷേ ഈ കോമ്പൗണ്ടിനകത്ത് ഞാൻ ഇവരെയൊക്കെ നിർത്തിയേക്കും കേട്ടോ. വെളിയിലോട്ട് വിടത്തില്ല. വെളിയിലോട്ട് വിട്ടാൽ നമ്മുടെ ചീരയും കാര്യങ്ങളും എല്ലാം ഇവർ ശരിയാക്കി തരും. ഉണ്ടോട്ടെ എന്തോ സന്തോഷമാണ് നോക്കി. രാവിലെ മീൻ വണ്ടി തിരക്ക്, സ്കൂൾ വണ്ടി, ഇതൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പം ഞാൻ ഇവരെ പറ്റി ഒരു വിശദീകരിച്ചൊരു വീഡിയോ നിങ്ങളെ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ താറാപ്പിള്ളേരെയൊക്കെ ഇന്ന് കാണിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയാൽ ഇന്ന് എടുത്തത്. കണ്ടോ ഇറങ്ങി നടക്കുന്ന നടപ്പ് കണ്ടോ. അവർ 5 പേരും കൂടെ ഇങ്ങനെ അങ്ങ് നടക്കുമോ, തപ്പിപ്പറക്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ താറാപ്പിള്ളേരെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, താറാവിനെ വളർത്തുന്നതുകൊണ്ട് എങ്ങനെയുണ്ട്, എന്താണ് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു തീറ്റയും കൊടുക്കുന്നില്ല. ഞാൻ കൊടുക്കുന്ന തീറ്റകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോഴിക്ക് കൊടുക്കുന്ന കോഴിയുടെ നമ്മുടെ ഇതില്ലേ ഇത് മുട്ടക്കോഴിക്ക് കൊടുക്കുന്ന തീറ്റ തന്നെയാണ് ഞാൻ ഇവർക്കും കൊടുക്കുന്നത്. പിന്നെ അരി, ഇഷ്ടംപോലെ അരി കിട്ടും നമുക്കിവിടെ. അരി ഇതുപോലെ പിണ്ടി, ഇതൊക്കെ തന്നെ. പ്രത്യേകിച്ച് നമ്മൾ ഇവരെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. താറാവിനെ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയേ വേണ്ട. എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ അഴിച്ചു വിട്ടാൽ വൈകിട്ട് പിടിച്ചിടുക, അത്രയേ ഉള്ളൂ. കാരണം വൈകിട്ട് പിടിച്ചിട്ടാൽ വൈകിട്ട് അവർ രാത്രി വെളുപ്പിനെയാണ് മുട്ടയിടുന്നത്. ഇവർ വെളുപ്പിനെ മുട്ടയിടുന്നത് കൊണ്ട് കൂട്ടി തന്നെ മുട്ടയിട്ടേക്കും. പിന്നെ ഇറങ്ങി നടന്നല്ലേ മുട്ട ഇറക്കിക്കൊണ്ട് പോകുന്നൊന്നും നമുക്ക് പേടിക്കാനില്ല. പിന്നെ കോഴികളാണെങ്കിൽ സാധാരണ മുട്ട പകലല്ലേ ഇടുന്നത്. അപ്പം നമുക്ക് കാക്ക എടുത്തോണ്ട് പോകും. ഇത് കണ്ടോ, കാക്ക ഇരുന്ന് നലപ്പ് കേട്ടോ. ഇവിടെ പരിസരത്തങ്ങ് കാക്കയുടെ ശല്യമായി കോഴികൾ ഇവിടെ ഉള്ളതുകൊണ്ട്. കാരണം മുട്ട പറിക്കൊണ്ട് പോകാൻ എളുപ്പമില്ലയോ, അതുകൊണ്ട് താറാവിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല. കാരണം താറാവ് മുട്ട കൂട്ടി കൃത്യമായിട്ട് അവരിട്ടിട്ടേ ഇറങ്ങും. ഞാൻ അവരുടെ മുട്ട കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. ഇതാ അവരുടെ താറാവ് കൂട്ടിലെ മുട്ടകൾ. അതുകൊണ്ടോ സാമാന്യ വലിപ്പമുള്ള താറാവ് മുട്ടയാണ്, അല്ല ചെറുത് വല്ലതാനും. താറാവ് മുട്ടയ്ക്ക് 12 രൂപ വില ഉണ്ട് താനും കേട്ടോ. അപ്പോൾ ഇതാണ് അവരിടുന്ന മുട്ടകൾ. ഞാനിങ്ങനെ പറക്കൊണ്ട് വെച്ചേക്കുവാണ്. അവരുടെ ഇടുന്ന മുട്ടകളെ ചെളിയൊന്നുമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഞാൻ അതിനകത്തൊരു കൊട്ടയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ആ കൊട്ടയ്ക്കകത്താണ് മുട്ടയൊക്കെ ഇട്ട് വെക്കുന്നത്. അവർ കുഴപ്പമില്ലാതെ ഉഷാറായിട്ടെല്ലാം ചെയ്യുന്നത്. അവരുടെ 2 ദിവസത്തെ മുട്ടയാണ് ഈ ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ധാരയിലും വന്ന് കൊണ്ടുപോകും കേട്ടോ. നമുക്കിവിടെ മുട്ടയ്ക്ക് താറാമുട്ടയ്ക്കൊക്കെ നല്ല ചിലവാണ്. ആരെങ്കിലുമൊക്കെ വന്ന് കൊണ്ടുപോയിക്കോളും. താറാമുട്ടയ്ക്ക് തന്നെയല്ല, കോഴിമുട്ടയ്ക്ക് അതിന് മുട്ട ഇല്ലാത്തതിൻ്റെ ക്ഷാമമേ ഉള്ളൂ. മുട്ട ഇഷ്ടം പോലെ പൊക്കോളും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ഒരു കുഞ്ഞു ചാനലാണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ടാറ്റാ, ബൈ ബൈ.